നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ISM-PMI കുറിച്ചൊരു ഇൻഡെക്സിനെ കുറിച്ചാണ്. എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. ISM-PMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഓക്കെ, അത് ഈ ഒരു ഇൻഡെക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റർ. ബിക്കോസ് എന്താണ്, ഇറ്റ് ഗീവ്സ് ആൻ ഇയർലി പിക്ചർ ഓഫ് ഹൗ ദ എക്കോണമി ഈസ് ഡൂയിങ്. വളരെ ചുരുക്കം ഇൻഡെക്സുകളിലാണ് നമുക്ക് എക്കോണമി എന്താണോ ഇനി ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു ഡയറക്ഷൻ തരുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഗീവ്സ് ആൻ ഇയർലി പിക്ചർ ഓഫ് ഹൗ ദ എക്കോണമി ഈസ് ഡൂയിങ്. ഇയർലി പിക്ചർ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ. അപ്പം പർച്ചേസിങ് മാനേജർ ഇൻഡെക്സ് അല്ലെങ്കിൽ ISM-PMI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ മാസവും ഇത് ISM-PMI ഫസ്റ്റ് വീക്കിൽ എല്ലാ മാസവും റിപ്പോർട്ട് ചെയ്യും. ഫസ്റ്റ് വീക്കിൽ 1-ാം തീയതിയാണ് വീക്ക് ഡേയ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ഇത് പബ്ലിഷ് ചെയ്യും. അത് ലോകത്തിലുള്ള എല്ലാ ആളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വാച്ച് ചെയ്യുന്നൊരു ഇൻഡെക്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡെക്സാണ്. അപ്പം ഇത് പർച്ചേസിങ് മാനേജറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയോ? ബിസിനസ്സുമായിട്ട് സംബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയോ? നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? കാരണം കൂടുതൽ ഓർഡേഴ്സ് വരുമ്പം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടോ? അതിനർത്ഥം എന്താണ്? ബിസിനസ് ബൂമിംഗ് ആയി വരുവാണ്. അടുത്തത്, സപ്ലയർ ഡെലിവറിങ് ഫാസ്റ്റർ ആണോ സ്ലോവർ ആണോ? നിങ്ങളുടെ വെയർ ഹൗസിലെ ഇൻവെൻറ്റോറീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ചോദ്യത്തിന് ഈ പർച്ചേസിങ് മാനേജേഴ്സ് ഉത്തരം നൽകുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് എങ്ങോട്ടാണ് എക്കോണമി മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഐഡിയ കിട്ടും. അപ്പം ഇവിടെ അതെങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 പോയിൻ്റ് ഉണ്ട്. ഈ 50 പോയിൻറ്റിന് എബോവ് PMI പോവുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എക്കോണമി നല്ല രീതിയിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ബിസിനസ് വന്നുകൊണ്ടേയിരിക്കുന്നു. 50ക്ക് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ബിസിനസ് ഒന്നുമില്ല, ലോകത്തും എക്കോണമി വളരെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. എസ്പെഷ്യലി 55 എബോവ് എന്ന് പറയുന്നത് സ്ട്രോങ് ഗ്രോത്തിനെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ഗ്രോത്തിനെ കാണിക്കുന്നതിനാണ് ഈ 55 എബോവ് PMI പോകുന്നതിൻ്റെ അർത്ഥം. അപ്പം ലേറ്റസ്റ്റ് PMI വന്നേക്കുന്നത് എബോവ് 55 ആണ്. I think it's around 55+. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഇത് ഈ ഡോട്ടൽ ലൈൻ എന്ന് പറയുന്നത് 50 ആണ്. ഈ ഡോട്ടൽ ലൈന് ഈ അബോവ് എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് US എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നു, എബോവ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എക്കോണമി വളരെ മോശമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ എക്കോണമി വളരെ മോശമാണെന്നാണ് അർത്ഥം. ആ എക്കോണമി മോശമായേക്കുന്ന സ്ഥലമാണ് ഈ റെഡിൽ കാണിച്ചേക്കുന്നത്. ഈ റെഡിൽ കാണിച്ചേക്കുന്ന ഈ വലിയത് എക്കോണമി മോശം നെഗറ്റീവിലേക്ക് പോയ സമയങ്ങളാണ്. ഈ മുകളിൽ കാണിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ PMI മോശമായാലും എക്കോണമി മോശമായേക്കുന്ന സമയം എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ബാർ പോയേക്കുന്നത് മോശമായ സമയങ്ങളാണിത്. ഓക്കെ, മോശമായ സമയങ്ങളാണ്. മോശമായ സമയം കണ്ട് ഇവിടെ കുറച്ച് കൂടുതലാണ്. 2023 മുതൽ ഏകദേശം 25 അവസാനത്തോളം ഇത് മോശമായിട്ടാണ്. ഇത്രയും സമയം മോശമായിട്ട് പോകുന്ന നമ്മൾ റീസെൻ്റ്ലി കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ നമ്മളിത് കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയങ്ങളിൽ അങ്ങനെ ബിറ്റ്കോയിൻ പെർഫോം ചെയ്യുന്നത് ഇവിടെ കാണാനൊക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മോശമായിട്ടുള്ള പ്രകടനത്തിന് ശേഷം ഈ PMI 50ക്ക് എബോവ് പോകുമ്പോൾ, എസ്പെഷ്യലി 55ക്ക് എബോവ് പോകുമ്പോൾ ബിറ്റ്കോയിന് റെസ്പോണ്ട് ചെയ്യുന്നത് അതിശക്തമായിട്ടുള്ളൊരു ബുൾ റണ്ണിലൂടെയാണ്. ഇവിടെ 55 എബോവ് പോകുമ്പോൾ ബിറ്റ്കോയിൻ റെസ്പോണ്ട് ചെയ്യുന്നത് അതിശക്തമായിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? 55ക്ക് എബോവ് പോകുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് അതിശക്തമായിട്ടാണ്, അതായത് വളരെ ശക്തമായിട്ടുള്ള ബുൾ റൺ വരും. കാരണം എന്താണ്? എക്കോണമി
കുറച്ചും കൂടി എക്കോണമിയിൽ കൂടുതൽ പൈസ വരുന്നുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം കഴിഞ്ഞ ബുൾ റണ്ണ് ഞാൻ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ പറഞ്ഞൊരു അറ്റ്ലീസ്റ്റ് 180K ആണ് എൻ്റെ ടാർഗറ്റ്. അല്ലെങ്കിൽ ഐ ആം വെരി ഡിസപ്പോയിൻമെൻറ്റ്. അത് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആണ് എന്ന് ഞാനത് പറഞ്ഞത്. 180K ഷുഡ് ബി ദ ബിയർ കേസ്. പക്ഷേ 127 വന്നിട്ടുള്ളൂ. ദാറ്റ് വാസ് ദ സാഡ് പാർട്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ. എക്സാക്ട്ലി പ്രൈസ് പ്രൊഡിക്ഷൻസൊക്കെ മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, ബിറ്റ്കോയിൻ പോകുന്ന ഡയറക്ഷൻ ഈസ് ഗോയിങ് അപ്പ്. ഓക്കെ, സോ പ്രൈസ് ടാർഗറ്റ് മിസ് ചെയ്തു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിറ്റ്കോയിൻ്റെ ഓരോ 4 കൊല്ലത്തിൽ 3 കൊല്ലം ബുൾ മാർക്കറ്റായിരിക്കും. ആ 3 കൊല്ലത്തെ ബുൾ മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബുൾ മാർക്കറ്റ് കിട്ടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിയിൽ അധികം ലിക്വിഡിറ്റി ഇല്ലായിരുന്നു. ബട്ട് ഈവൻ ദോ ഫ്രം 15K to 127K വാസ് ആൻ ഇംപ്രസീവ് റൈഡ്, ടു ബി ഫ്രാങ്ക്. അപ്പം ഈ 2023 മുതൽ 2025 അവസാനം വരെ ഈ PMI എന്ന് പറയുന്നത് ബിലോ 50 ആയിരുന്നു. ഇപ്പോഴാണ് എബോവ് 50 + 55 പോകാൻ തുടങ്ങിയത്. അപ്പം ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ അബൌട്ട് ടു വിറ്റ്നസ് എ സ്ട്രോങ് അപ് ട്രെൻഡ് ബിഗർ ദാൻ ലാസ്റ്റ് സൈക്കിൾ. അതായത് 2023 മുതൽ 25 വരെ കണ്ടതിനേക്കാളും ഹ്യൂജ് ആയിട്ടുള്ള റൈഡ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടാണ്? എക്കോണമി ഈസ് ഇംപ്രൂവിങ്. എത്ര വർഷത്തിന് ശേഷം? ഏകദേശം 3-4 കൊല്ലത്തിന് ശേഷം വീണ്ടും എക്കോണമി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങുന്നു. എനിക്കറിയത്തില്ല, ഈ ചാർട്ട് പ്രകാരം ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PMI മുകളിലോട്ട് പോകുമ്പോൾ ബിറ്റ്കോയിൻ പോകുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഈ വട്ടവും നടക്കണം. അപ്പം ഈ വട്ടം അത് നടന്നില്ലെങ്കിൽ എന്ത് പറ്റി? ഇസ് ഡൺ. ഈ ചാർട്ട് പിന്നെ നമ്മൾ ഒരു ചെക്ക് പോയിൻ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അർത്ഥം ബിറ്റ്കോയിൻ നാളെ പൊങ്ങുമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഇയർലി സൈൻ. ഇതൊരു ഇയർലി പിക്ചർ തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്ക് ടൈം. മേ ബി 1-2-3 months ഡിഫറൻസ് വിൽ ബി ദെയർ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസത്തെ ഡിഫറൻസ് കാണും. പക്ഷേ നമ്മൾ കണ്ടിരുന്ന ഈ റൈഡ്, ഇതേപോലത്തെ റൈഡ് വി ക്യാൻ എക്സ്പെക്റ്റ്. കാരണം ലിക്വിഡിറ്റി ഉണ്ട്. ഇതിവിടെ ഇല്ലായിരുന്നു നേരത്തെ. കഴിഞ്ഞ 3 കൊല്ലത്തെ ബുൾ മാർക്കറ്റിൽ ഇതില്ലായിരുന്നു. ബട്ട് ഈ ബന്ധവും ബിറ്റ്കോയിന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് 180K ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ബോട്ടം. ഐ തിങ്ക് എല്ലാ വട്ടവും ഈ ബിലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടത്തിൽ വരുന്ന സമയങ്ങളാണ് കൂടുതലും. ഓൾമോസ്റ്റ് ബോട്ടമല്ല, എന്നാലും അത്യാവശ്യം ബോട്ടത്തിലേക്ക് എത്തുന്ന പാറ്റേണുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഞാൻ അടുത്തൊരു ചാർട്ടും കൂടെ നമുക്ക് കണ്ടിട്ട് നിർത്താം. അപ്പം ഞാനീ പറഞ്ഞ മനസ്സിലായല്ലോ, PMI ബുള്ളിഷിലേക്ക് പോകുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു ചാർട്ടായിട്ടാണ് ഞാനിത് കാണുന്നത്. വളരെ വളരെ ഭംഗിയായിട്ട് ഇത് നമുക്ക് കാണാനൊക്കെ കൂടെ ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒമേഗ സ്കോർ എന്ന് പറയുന്ന ഈ ഒരു ചാർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാർട്ട് കാണുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ നോക്കും 1 to ശരി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും ഈ റൈറ്റ് സൈഡിൽ ഇവിടെ 1 to 20 ഉണ്ട്, 20 to 40 ഉണ്ട്, 40 to 60, 60 to 80, 80 to 100. ഇതിൽ 0 to 20 വരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന സ്കോറ് ഈ 0ക്കും 20യിലും ഇടയിൽ വരുമ്പോൾ അത് ഹെവി അക്യുമുലേഷൻ ഏരിയ ആയിട്ടാണ്. നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ എക്സാക്ട്ലി വന്നേക്കുന്നുണ്ടോ?
അതായത് ഹെവി അക്യുമുലേഷൻ ചെയ്യേണ്ട സമയങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് പ്രൈസ് പോയിൻ്റ് ഇല്ല, അത് നിങ്ങൾ നോക്കരുത്. ദിസ് ഏരിയ, ഈ ഏരിയയിൽ സംഭവം വന്നിട്ടുണ്ടോ, ആ പ്രൈസ് റേഞ്ചിലെല്ലാം നിങ്ങൾ ഹെവി അക്യുമുലേഷൻ ചെയ്യേണ്ടതാണ്. ഇനി 60 to 80 എന്ന് പറയുന്നത് അതായത് ഈ കാണുന്ന പ്രൈസ് സ്കോർ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്നു, അത് ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പം ഈ 60-80 റേഞ്ചിലാണ് ബിറ്റ് കോയിൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് 60-80 റേഞ്ചിലാണ്. ഓക്കെ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന 80-100. അതായത് അങ്ങ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എക്സ്പാൻഡ് ചെയ്തു പോയി, അത് കൂടുതൽ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനാണ് ചാൻസ്, സെല്ലിങ് ശക്തമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ എത്തുമ്പോൾ. പക്ഷേ ഈ ഒരു ചാർട്ടിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാക്ട് പ്രൈസ് പോയിൻറ്റിനെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. നിങ്ങളിവിടെ കണ്ടില്ല, ഇവിടെ ടോപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ബിറ്റ് കോയിൻ വീണ്ടും ഒത്തിരി സഞ്ചരിക്കുന്നുണ്ട് മേപ്പോട്ട്. ഇവിടേക്ക് എക്സാക്ട്ലി പിടിക്കുന്നുണ്ടെങ്കിലും ഇത് ഇവിടെ ഇത് കണ്ടിട്ട് ആളുകൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്ത് തന്നെ ഈ റൈഡ് മിസ് ചെയ്ത് തന്നെ. അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ചാർട്ടുകളൊക്കെ നമുക്കൊരു എക്സാക്റ്റ് പ്രൈസ് പോയിൻ്റ് തരുന്നതല്ല, ഒരു ഓവറോൾ ഐഡിയ. ഓക്കെ, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഹീറ്റപ്പായി, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇപ്പം സെല്ല് ചെയ്യേണ്ട ആ ഒരു മൊമെൻറ്റിലേക്ക് വരുന്നു. ഒരു എക്സാക്റ്റ് പ്രൈസ് പോയിൻ്റ് ഈ ചാർട്ടുകളൊന്നും നമുക്ക് തരുന്നില്ല. നമുക്കൊരു റേഞ്ച്, ഒരു സോൺ, ഒരു ഐഡിയ തരുന്നുള്ളൂ ഇവിടെ എല്ലാം. പറയാൻ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാക്റ്റ് ബോട്ടം ഇതാണെന്ന് പറയാൻ ഒക്കത്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും നമ്മളീ പറയുന്ന ഒരു യുഫോറിയ സോൺ എന്ന് പറയും. കാരണം എല്ലാവരും ബിറ്റ് കോയിനെ കുറിച്ച് സംസാരിക്കുന്നു, ബിറ്റ് കോയിൻ്റെ പ്രൈസ് മേപ്പോട്ട് പോകുന്നു. അതാണ് ഈ ഒരു ഏരിയ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ബിറ്റ് കോയിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണ്, ഭയമാണ്. അതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ അക്യുമുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു സോണാണ്, ഒരു പ്രൈസ് പോയിൻ്റ് ഇല്ല. ഈ ചാർട്ടുകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരു ഐഡിയോളജിയാണ്, അതായത് ഒരു കോൺസെപ്റ്റാണ്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ചീപ്പാണ്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് എക്സ്പെൻസീവ് ആണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അപ്പം എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? ബൈയിങ് ലെസ് ഓർ ദേ വിൽ സെൽ ഇറ്റ്. ബിറ്റ് കോയിൻ ലെസ് എക്സ്പെൻസീവ് ആകുമ്പോൾ എന്ത് പറ്റും? ദേ വിൽ ബൈ. അങ്ങനെയൊക്കെ മാത്രം കണ്ടാൽ മതി ഈ ഒരു ചാർട്ടിനെ കുറിച്ച്. ഓക്കെ, പിന്നെ ഒരു അടുത്ത ചാർട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കും ബോട്ടം വരുമ്പോൾ ഈ പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് ബോട്ടം, ഇവിടെ ഏരിയ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടമായി ബിറ്റ് കോയിൻ്റെ പ്രൈസ് ബോട്ടമായി എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഈ ലൈനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ബോട്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഈ ഒരു ചാർട്ട് പ്രകാരം ഇനി കുറച്ചും കൂടെ ടൈം ബിറ്റ് കോയിൻ കുറച്ചും കൂടെ താഴ്ത്ത് വരാനുണ്ട് ബോട്ടം ഹിറ്റ് ചെയ്യാൻ. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടു, നിങ്ങൾ ഈ ബിറ്റ് കോയിൻ്റെ ടോപ്പ് ഇവിടെ വളരെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതായത് ഈ കാണുന്ന ചുമന്ന, അല്ലെങ്കിൽ ഈ ചുമന്ന ഈ സോണിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്തുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഹൈയിലെത്തി എന്നാണ് അർത്ഥം. ഓക്കെ, കഴിഞ്ഞ സൈക്കിളിൽ നമുക്ക് ഈ ഹൈയിൽ ഈ പറയുന്ന റെഡ് സോണിലേക്ക് നമ്മളിത് പോകുന്നില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അത് ആ ഒരു പ്രൈസ്, കാരണം ബിറ്റ് കോയിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് സഞ്ചരിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വട്ടവും ഈ ഒരു ഡോട്ടഡ് ലൈനിനൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി ഈ സമയത്ത് ചിലപ്പം എത്തിയില്ലെന്ന് വരാം. കാരണം എന്താണ്, ടോപ്പ് ഇതൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് ഈ സൈക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മിസ് ചെയ്തേക്കാം, ബോട്ടം. സോ ഐ എം ജസ്റ്റ് ഗിവിങ് ആൻ ഐഡിയ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ചീപ്പാണ്. നമുക്കറിയത്തില്ല എക്സാക്ട് ബോട്ടം എന്താണെന്ന്, പക്ഷേ ദിസ് പ്രൈസ് ഇസ് സോ ചീപ്പ്. കാരണം ഈ ചാർട്ടുകൾ തരുന്നതെല്ലാം ഒരു സിഗ്നലാണ്. ഓൾമോസ്റ്റ് ബിറ്റ് കോയിൻ ബോട്ടമായി. നമ്മുടെ PMI തരുന്ന എന്താണ്? ഇസ് ഓൾമോസ്റ്റ് ബോട്ടം.
ഓൾമോസ്റ്റ് ബോട്ടം അല്ല, എക്കോണമി ബുള്ളിഷിലേക്ക് പോകുന്നു. ഒരു ഇയർലി സൈനാണ്. ആ ഒരു സൈനും ബിറ്റ്കോയിൻ്റെ ബോട്ടം ഏകദേശമായി എന്നുള്ളതിൻ്റെ എല്ലാം ഒരു കാൽക്കുലേഷനൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു ഐഡിയ മതി നമുക്ക്, എക്സാക്ട് പ്രൈസൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഒരു ഐഡിയ ഇത്രയാണ്. ഈ പറയുന്ന പ്രൈസ് ചീപ്പാണ്. ഇറ്റ്സ് ബെസ്റ്റ് ടൈം ടു അക്യുമുലേറ്റ്. ഈ 4 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു അവസരമാണ്. ഇറ്റ്സ് ബെസ്റ്റ് ടൈം ടു അക്യുമുലേറ്റ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഹാക്കിനെ കുറിച്ച്, കോൾക്കാർഡിൻ്റെ. ഞാൻ നേരത്തെ സിംഗിൾ സിഗ് അതായത് സിംഗിൾ സിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്ത് മാത്രം ബിറ്റ്കോയിൻ സൂക്ഷിക്കുക എന്നുള്ള റെക്കമെൻഡേഷൻ ചെയ്തിരുന്നു. പക്ഷേ ഞാനത് ഇപ്പം റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ് എന്ന് ഞാനിപ്പം കരുതുന്നത് മൾട്ടി സിഗാണ്. ഓക്കെ, മൾട്ടി സിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഹാർഡ്വെയർ വാലറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് 3 ഹാർഡ്വെയർ വാലറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ 2 ഹാർഡ്വെയർ വാലറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മൂവ് ചെയ്യാൻ ഒക്കൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 3 ഹാർഡ്വെയർ വാലറ്റിനകത്ത് ഒരു ഹാർഡ്വെയർ വാലറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്താൽ പോലും, അതായത് ഹാക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഉദാഹരണം 24 വേർഡ്സ് അവൻ കണ്ടെത്തിയെന്നിരിക്കട്ടെ, ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പം ഈ 3 ഹാർഡ്വെയർ വാലറ്റിനകത്ത് ഒരു ഹാർഡ്വെയർ വാലറ്റിനകത്ത് 24 വേർഡ്സ് കണ്ടെത്തിയാൽ പോലും അവന് ബിറ്റ്കോയിൻ സ്വന്തമാക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അവൻ എന്ത് ചെയ്യണം? അടുത്തൊരു ഹാർഡ്വെയർ വാലറ്റിൻ്റെ കൂടെ അറിയണം. അതാണ് 2 in 3 എന്ന് പറയുന്ന, അതായത് 3 ഹാർഡ്വെയർ വാലറ്റ് നമ്മുടെ ഉണ്ട്. അതിൽ 2 ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്താലേ നമുക്ക് ബിറ്റ്കോയിൻ മൂവ് ചെയ്യാൻ ഒക്കും. അപ്പം ഒരു ഹാക്കറിന് 2 24 വേർഡ്സ് ഹാക്ക് ചെയ്യേണ്ടി വരും. സോ ഹാർഡ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മൾട്ടി സിഗുകൾ. അപ്പം മൾട്ടി സിഗ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു 3 ഹാർഡ്വെയർ വാലറ്റുകൾ. അപ്പം ഡിഫറെൻറ്റ് വെണ്ടർ ആയിരിക്കണം. ഉദാഹരണത്തിന് ഒരു ഹാർഡ്വെയർ വാലറ്റ് കോൾക്കാർഡിൻ്റെ ആയിരിക്കാം, അടുത്തത് ജേഡിൻ്റെ ആയിരിക്കും. ജേഡ് ഇസ് എ ഡിഫറെൻറ്റ് കമ്പനി. അടുത്ത ഹാർഡ്വെയർ വാലറ്റ് പാസ്പോർട്ട് ആകാം. അപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് കമ്പനികളുടെ ഹാർഡ്വെയർ വാലറ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മൾട്ടി സിഗ് ഉണ്ടാക്കിയേക്കുന്ന ഒരാൾ ആ 3 ഹാർഡ്വെയർ വാലറ്റിനകത്ത് 2 കോൾക്കാർഡിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ദേ ക്യാൻ ഈസിലി ഹാക്ക്. ഇപ്പോൾ നടന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഈസിലി 2 ഹാർഡ്വെയർ വാലറ്റ് മതിയല്ലോ മൂവ് ചെയ്യാം. അപ്പോൾ 2 ഹാർഡ്വെയർ വാലറ്റും ഒരേ കമ്പനിയുടേതാണെന്നുണ്ടെങ്കിൽ ഈസി ടു ഹാക്ക്. അപ്പം ഡിഫറെൻറ്റ് വെണ്ടർ ആൻഡ് മൾട്ടി സിഗ് ഈസ് ദ സേഫസ്റ്റ് വേ. ഒന്ന് ജേഡ് മേടിക്കാം, പ്ലസ് പാസ്പോർട്ട് ആകാം, പ്ലസ് കോൾക്കാർഡ്. ഓക്കെ, അപ്പം മൾട്ടി സിഗാണ് സ്റ്റാൻഡേർഡായിട്ട് ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്ന. പല കമ്പനികളുടെയും ഹാർഡ്വെയർ വാലറ്റ് മേടിച്ചിട്ട് അത് കണക്ട് ചെയ്യുക, അതിൽ ബിറ്റ്കോയിൻ സൂക്ഷിക്കുക. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.